ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്ന് സയൻസിലെ നമ്മുടെ സിലബസിൽ വളരെ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഹൈഡ്രജൻ എന്ന ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്കാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്ന്, ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം, ഒന്നാമത്തെ മൂലകമാണോ ഇത്? ഹൈഡ്രജൻ എന്ന്. ഒന്നാമത്തെ മൂലകമാണ് ഇത് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഹൈഡ്രജൻ. അതുപോലെ ആവർത്തന പട്ടികയിൽ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിലെ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ചോദിച്ചാലും ഉത്തരം ഹൈഡ്രജൻ ആണ്. അതുപോലെ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. നമുക്ക് നോക്കാം. ആവർത്തന പട്ടികയിൽ ആദ്യത്തെ മൂലകം ചോദിച്ചാൽ ഉത്തരം ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിൽ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകമാണ് ചോദിക്കുന്നതെങ്കിൽ ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഇനി ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലാവോസിയർ ആണ്. ആരാണ്? ലാവോസിയർ. ഹൈഡ്രജൻ എന്ന പേര് നൽകിയിരിക്കുന്നത് ലാവോസിയർ ആണ്. അതുപോലെ ഏറ്റവും കുറവ് സാന്ദ്രത ഉള്ള മൂലകം ചോദിച്ചാലും ഉത്തരം ഹൈഡ്രജൻ ആണ്. ഏറ്റവും കുറവ് സാന്ദ്രത ഉള്ള മൂലകം, ഏറ്റവും കുറവ് സാന്ദ്രത ഉള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ചധികം പോയിന്റുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിൽ ഒരു ഗ്രൂപ്പിലും പെടാത്ത മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയിരിക്കുന്നത് ലാവോസിയർ. ഏറ്റവും കുറവ് സാന്ദ്രത ഉള്ള മൂലകം ചോദിച്ചാൽ ഉത്തരം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചാലും ഉത്തരം ഹൈഡ്രജൻ. ഇതാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒരു സ്വയം കത്തുന്ന ഒരു ഇന്ധനമാണ്. അതായത് സ്വയം കത്തുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സ്വയം കത്തുന്ന ഒന്നാണ്. അതുപോലെ നല്ലൊരു ഇന്ധനം ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. സ്ഫോടനത്തോടെ കത്തുന്ന വാതകം ചോദിച്ചാലും ഉത്തരം ഹൈഡ്രജൻ ആണ്. സ്ഫോടനത്തോടെ കത്തും. അതുപോലെ ഹൈഡ്രജൻ കത്തുമ്പോൾ നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ കത്തുമ്പോൾ കാണപ്പെടുന്ന നിറം ചോദിച്ചാൽ ഉത്തരം നീല നിറമാണ്. നീല നിറം. ഇനി സൂര്യൻ ജ്വലിക്കുന്നതിന്റെ കാരണം ചോദിച്ചാൽ ഉത്തരം ഹൈഡ്രജൻ. സൂര്യൻ ജ്വലിക്കുന്നതിന്റെ കാരണം ഹൈഡ്രജൻ ആണ്. സൂര്യൻ ഇതാണ് ജ്വലിക്കുന്നതിന് കാരണം ചോദിച്ചാൽ ഹൈഡ്രജൻ. ഇനി ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ചോദിച്ചാലും ഉത്തരം ഹൈഡ്രജൻ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ് എന്ന് ചോദിച്ചാലും ഒറ്റ ഉത്തരം ഹൈഡ്രജൻ. വളരെ വ്യക്തമായി പഠിക്കുക. സൂര്യൻ ജ്വലിക്കുന്നതിന് കാരണം ഹൈഡ്രജൻ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ചോദിച്ചാലും ഉത്തരം ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഹൈഡ്രജൻ കത്തുമ്പോൾ ഉണ്ടാകുന്ന നിറം ചോദിച്ചാൽ നീല നിറം. നീല നിറമാണ്. ഇനി റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്താണ്? അത് ദ്രവ ഹൈഡ്രജൻ ആണ്. ദ്രവ ഹൈഡ്രജൻ ആണ് റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് ദ്രവ ഹൈഡ്രജൻ. ഇനി ബഹിരാകാശ വാഹനങ്ങളിലും അന്തർവാഹിനികളിലും ഉപയോഗിക്കുന്ന ഇന്ധന സെല്ലുകളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഇന്ധന സെല്ലുകൾ. അതായത് ഹൈഡ്രജൻ ഓക്സിജൻ ഇന്ധന സെല്ലുകളാണ് ബഹിരാകാശ വാഹനങ്ങളിലും അന്തർവാഹിനികളിലും ഉപയോഗിക്കുന്ന ഇന്ധന സെല്ലുകൾ. അത് വ്യക്തമായി മനസ്സിലാക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഒന്ന് പ്രോട്ടിയം, മറ്റൊന്ന് ഡ്യൂട്ടീരിയം, മറ്റൊന്ന് ട്രിഷ്യം. 3 ഐസോടോപ്പുകളാണ് ഹൈഡ്രജൻ ഉള്ളത്. എത്ര ഐസോടോപ്പുകളുണ്ട്? 3 ഐസോടോപ്പുകളാണ് ആർക്ക്? ഹൈഡ്രജൻ ഉള്ളത്. ഒന്ന് പ്രോട്ടിയം, മറ്റൊന്ന് ഡ്യൂട്ടീരിയം, മറ്റൊന്ന് ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ. വ്യക്തമായി പഠിച്ചു വെക്കുക. ഇനി ഘനജലത്തിന്റെ രാസസൂത്രം ചോദിച്ചാൽ D2O ആണ്. ഘനജലത്തിന്റെ രാസസൂത്രം D2O. ഘനജലം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഹെറാൾഡ് യുറെയാണ്. ഹെറാൾഡ് യുറെ. ഘനജലത്തിന്റെ രാസസൂത്രം D2O ആണ്. കണ്ടെത്തിയത് ഹെറാൾഡ് യുറെ. ഇനി സൂപ്പർ ഹെവി വാട്ടറിന്റെ രാസസൂത്രമാണ് ട്രിഷ്യം ഓക്സൈഡ്. ട്രിഷ്യം ഓക്സൈഡ്. എന്താണ്? ട്രിഷ്യം ഓക്സൈഡ് ആണ്. ട്രിഷ്യം ഓക്സൈഡ്. സൂപ്പർ ഹെവി വാട്ടറിന്റെ രാസസൂത്രം ട്രിഷ്യം ഓക്സൈഡ് ആണ്. വളരെ പ്രധാനമായി പഠിക്കാനുള്ളത് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. വ്യക്തമാക്കി വെക്കുക. ഇനി ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് എന്നറിയപ്പെടുന്നതാണ് അത് ട്രിഷ്യമാണ്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് എന്നറിയപ്പെടുന്നത് ട്രിഷ്യം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ട്രിഷ്യമാണ്. ട്രിഷ്യത്തിന്റെ അർദ്ധായുസാണ് ചോദ്യമെങ്കിൽ അത് 12.3 വർഷമാണ്. 12.3, അതായത് 12.3 വർഷമാണ് ട്രിഷ്യത്തിന്റെ അർദ്ധായുസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ്. ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ചോദിച്ചാൽ അത് ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവ ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളാണ്. ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളാണ് ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് ചോദ്യമെങ്കിൽ അത് ട്രിഷ്യം. ഓക്കെ. രണ്ടാമത്തെ താഴ്ന്ന തിളനിലയും ദ്രവണാങ്കവുമുള്ള മൂലകം ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. രണ്ടാമത്തെ താഴ്ന്ന തിളനിലയും ദ്രവണാങ്കവുമുള്ള മൂലകം ചോദിച്ചാൽ ഉത്തരം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ ഓർത്തു വെക്കുക.
രണ്ടാമത്തെ താഴ്ന്ന തിളനിലയും ദ്രവണാങ്കവുമുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. അതുപോലെ എല്ലാ ആസിഡുകളിലും കാണുന്ന മൂലകമാണ് ചോദ്യമെങ്കിൽ ഹൈഡ്രജൻ. ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കുക. എല്ലാ ആസിഡുകളിലും കാണുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. ഇനി ആസിഡിന്റെയും ആൽക്കലിയുടെയും സ്വഭാവം കാണിക്കുന്ന വാതകം അതും ഹൈഡ്രജൻ ആണ്. ഇമ്പോർട്ടന്റ്. അതായത് ആസിഡിന്റെയും ആൽക്കലിയുടെയും സ്വഭാവം കാണിക്കുന്ന വാതകം ആണ് ചോദ്യമെങ്കിൽ അത് ഹൈഡ്രജൻ ആണ്. ആസിഡിന്റെയും ആൽക്കലിയുടെയും സ്വഭാവം കാണിക്കുന്ന വാതകം അത് ഹൈഡ്രജൻ. ഇതാണ് ഹൈഡ്രജൻ. വ്യക്തമായി പഠിക്കുക. ഇവിടെ നിങ്ങൾ പഠിക്കുക, എല്ലാ ആസിഡിലും കാണുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. ആസിഡിന്റെയും ആൽക്കലിയുടെയും സ്വഭാവം കാണിക്കുന്ന വാതകം ചോദിച്ചാൽ ഉത്തരം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ് ചോദ്യമെങ്കിൽ അത് ട്രിഷ്യം ആണ്. ഇതാണ് ട്രിഷ്യം. ഇനി ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ചോദിച്ചാലും ഉത്തരം ഹൈഡ്രജൻ ആണ്. ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹരിത ഇന്ധനം. ഇനി വനസ്പതി നെയ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ. വനസ്പതി നെയ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചാലും ഉത്തരം ഹൈഡ്രജൻ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അതായത് PYQ കൂടിയാണ്. വനസ്പതി നെയ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചാൽ ഹൈഡ്രജൻ. ഹൈഡ്രജൻ ബലൂൺ കണ്ടെത്തിയത് ആരാണ്? അത് ജാക്കോസ് ചാൾസ് ആണ്. ജാക്കോസ് ചാൾസ് ആണ് ഹൈഡ്രജൻ ബലൂൺ കണ്ടെത്തിയത്. ജാക്കോസ് ചാൾസ്. ഇനി ശുദ്ധീകാരിയായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ചോദിച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ്. അതായത് ശുദ്ധീകാരിയായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ്. ശുദ്ധീകാരിയായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ്. H2O2 എന്നാണ്. H2O2. തുറന്ന പുസ്തകത്തിന്റെ ഘടനയുള്ള പദാർത്ഥമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. തുറന്ന പുസ്തകത്തിന്റെ ഘടനയുള്ള പദാർത്ഥം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. തുറന്ന പുസ്തകത്തിന്റെ ഘടനയുള്ള പദാർത്ഥം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അതുപോലെ ഫ്ലജിസ്റ്റോൺ എന്നറിയപ്പെടുന്ന വാതകം ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഫ്ലജിസ്റ്റോൺ എന്നറിയപ്പെടുന്ന വാതകം. ഫ്ലജിസ്റ്റോൺ എന്നറിയപ്പെടുന്ന വാതകം ചോദിച്ചാൽ ഹൈഡ്രജൻ. ഫ്ലജിസ്റ്റോൺ എന്നറിയപ്പെടുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഓർത്ത് വെക്കുക. ഫ്ലജിസ്റ്റോൺ എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. വനസ്പതി നെയ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ബലൂൺ കണ്ടെത്തിയത് ജാക്കോസ് ചാൾസ് ആണ്. ശുദ്ധീകാരിയായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ചോദിച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. തുറന്ന പുസ്തകത്തിന്റെ ഘടനയുള്ള പദാർത്ഥം എന്നറിയപ്പെടുന്നതും ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഫ്ലജിസ്റ്റോൺ എന്നറിയപ്പെടുന്ന വാതകം ചോദിച്ചാൽ ഉത്തരം ഹൈഡ്രജൻ ആണ്. ഫ്ലജിസ്റ്റോൺ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ കത്തുന്ന വാതകം എന്നാണ്. ഫ്ലജിസ്റ്റോൺ എന്നാൽ കത്തുന്ന വാതകം എന്നാണ് അർത്ഥം. കത്തുന്ന വാതകം. ഇനി കയർ നിർമ്മാണ മേഖലയിൽ ഉണ്ടാകുന്ന വാതകം ചോദിച്ചാൽ ഹൈഡ്രജൻ സൾഫൈഡ്. H2S ആണ്. ഹൈഡ്രജൻ സൾഫൈഡ്. H2S. ഹൈഡ്രജൻ സൾഫൈഡ്. അതായത് കയർ നിർമ്മാണ മേഖലയിൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം എന്ന് ചോദിച്ചാലും ഉത്തരം ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. ഹൈഡ്രജൻ സൾഫൈഡ്. ഹൈഡ്രജൻ സൾഫൈഡ്. ഓക്കെ. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം. ഇത് തന്നെയാണ് ഇവിടെ കയർ നിർമ്മാണ മേഖലയിൽ ഉണ്ടാകുന്ന വാതകം ചോദിച്ചാലും ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ഇനി ചീഞ്ഞ മത്സ്യത്തിന്റെ ഗന്ധം ചോദിച്ചാൽ അത് ഫോസ്ഫീൻ ആണ്. ചീഞ്ഞ മത്സ്യത്തിന്റെ ഗന്ധമാണ് ചോദ്യമെങ്കിൽ ഉത്തരം ഫോസ്ഫീൻ ആണ്. ഫോസ്ഫീൻ. അടുത്തത് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോഴാണ് ജലം ഉണ്ടാകുന്നത്. ഇതൊരു താപമോചക പ്രവർത്തനമാണ്. താപമോചക പ്രവർത്തനമാണ്. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മിശ്രിതത്തിൽ കൂടി വൈദ്യുത സ്ഫുലിംഗങ്ങൾ കടത്തിവിട്ടാൽ ജലം ലഭിക്കും. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മിശ്രിതത്തിൽ കൂടി വൈദ്യുതി സ്ഫുലിംഗങ്ങൾ കടത്തിവിട്ടാൽ എന്താണ്? അവിടെ ജലം ലഭിക്കും. ഓർത്തു വെക്കുക. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. കയർ നിർമ്മാണ മേഖലയിൽ ഉണ്ടാകുന്ന വാതകവും ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ഫ്ലജിസ്റ്റോൺ എന്നാൽ കത്തുന്ന വാതകം എന്നാണ് അർത്ഥം. ഓക്കെ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അധികം പോയിന്റുകളാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്ന ഭാഗത്ത് പഠിച്ചിട്ടുള്ളത്. ഹൈഡ്രജൻ നമ്മുടെ പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇമ്പോർട്ടന്റ് ആയ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട ഓക്സിജനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് തീർച്ചയായും ഈ ഒരു ഭാഗത്ത് പ്രതീക്ഷിക്കാം. അടുത്ത നമ്മൾ ഓക്സിജനെ കുറിച്ചാണ്. നമ്മൾ ഹൈഡ്രജനെ കുറിച്ച് പഠിച്ചു. ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓക്സിജനെ കുറിച്ചാണ്. അപ്പോൾ ഓക്സിജനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ അടുത്തതായി നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ആരാണ് ഓക്സിജൻ കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ കാൾ ഷിലെയാണ്. കാൾ ഷിലെയാണ് ഓക്സിജൻ കണ്ടെത്തിയത്. ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? കാൾ ഷിലെ. എന്നാൽ ആദ്യമായി ഈ ഒരു ഓക്സിജൻ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ചത് ആരാണ്? അത് ജോസഫ് പ്രീസ്ലിയാണ്. ജോസഫ് പ്രീസ്ലിയാണ് 1774 ഓക്സിജൻ കണ്ടെത്തിയതായി പ്രസിദ്ധീകരിച്ചത്. ജോസഫ് പ്രീസ്ലി. ഓക്സിജന് നാമം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ലാവോസിയർ. ഓക്സിജൻ എന്ന പേര് നൽകിയിരിക്കുന്നത് ലാവോസിയർ ആണ്. ആരാണ്? ലാവോസിയർ. ഓക്സിജന് ആ പേര് നൽകിയിരിക്കുന്നത് ലാവോസിയർ ആണ്. ഓക്സിജന്റെ അർത്ഥം ചോദിച്ചാൽ ആസിഡ് ഉണ്ടാക്കുന്നത് എന്നാണ് അർത്ഥം. ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഓക്സിജനസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന വാക്ക് വന്നിരിക്കുന്നത്. ഓക്സിജനസ്. ഓക്സിജൻ. ഓക്സിജൻ എന്ന വാക്ക് വന്നിരിക്കുന്നത് ഓക്സിജനസ്. അതായത് ഓക്സിജനസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന വാക്ക് വന്നിരിക്കുന്നത്. അതായത് ഓക്സിജനസ് എന്നാൽ ആസിഡ് ഉണ്ടാക്കുന്നത് എന്നാണ് അർത്ഥം വരുന്നത്.
ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഓക്സിജൻ. ഇമ്പോർട്ടന്റ് ആയി നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. ഈ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഓക്സിജൻ ആണ്. അതുപോലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകവും ഏതാണ്? അതും ഓക്സിജൻ. ഒന്നാമത് നൈട്രജൻ ആണ്, രണ്ടാമത് ഓക്സിജൻ ആണ്. ഓക്കെ, രണ്ടാമത് ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ വാതകം അത് പിന്നെ ഓക്സിജൻ ആണ്. നൊയാക്ക് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതായത് നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, ക്രിപ്റ്റോൺ എന്നിങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകമാണ് ഏത്? അത് ഓക്സിജൻ ആണ്. ഓക്സിജൻ. ഒന്നാമത് നൈട്രജൻ ആണെന്ന് കൂടി അങ്ങ് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ വളരെ പ്രധാനമായി ഓക്സിജന് പേര് നൽകിയിരിക്കുന്നത് ലാവോസിയർ ആണ്. ഓക്സിജന് പേര് നൽകിയിരിക്കുന്നത് ലാവോസിയർ ആണ്. ഓക്സിജനസ്, അതായത് ആക്സിഡ് ഉണ്ടാക്കുന്ന അർത്ഥം വരുന്ന ഓക്സിജനസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ വന്നിരിക്കുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ചോദിച്ചാൽ ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ചോദിച്ചാലും ഉത്തരം അത് ഓക്സിജൻ ആണ്. ഒന്നാമത് നൈട്രജൻ ആണ്. ജ്വലനത്തിന് സഹായിക്കുകയും എന്നാൽ സ്വയം ജ്വലനത്തിന് വിധേയമാകാതിരിക്കുകയും ചെയ്യുന്ന വാതകമാണ് ഓക്സിജൻ. ജ്വലനത്തിന് സഹായിക്കുകയും എന്നാൽ സ്വയം ജ്വലനത്തിന് വിധേയമാകാതിരിക്കുകയും ചെയ്യുന്ന വാതകം ചോദിച്ചാൽ ഉത്തരം ഓക്സിജൻ ആണ്. ഓക്സിജൻ. ഓക്കെ, ഏതൊരു വസ്തുവും ജ്വലിക്കാൻ ഓക്സിജൻ ആവശ്യമാണെന്ന് തെളിയിച്ചത് ആരാണ്? അത് ലാവോസിയർ ആണ്. ഏതൊരു വസ്തുവും ജ്വലിക്കാൻ ഓക്സിജൻ ആവശ്യമാണെന്ന് തെളിയിച്ചത് ലാവോസിയർ ആണ്. ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ജ്വലനം സാധിക്കൂ. ഇങ്ങനെ, അതായത് ഏതൊരു വസ്തുവും ജ്വലിക്കാൻ ഓക്സിജൻ ആവശ്യമാണെന്ന് തെളിയിച്ചത് ലാവോസിയർ ആണ്. ഇനി ഓക്സിജന് നിറം ചോദിച്ചാൽ ഓക്സിജന് നിറമില്ല. ഓക്സിജന് ഗന്ധം ചോദിച്ചാൽ ഗന്ധവുമില്ല. ഓക്സിജന് നിറവുമില്ല, ഓക്സിജന് ഗന്ധവുമില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഓക്സിജന് നിറവുമില്ല, ഓക്സിജന് ഗന്ധവുമില്ല. ഇനി ഓക്സിജന്റെ സാന്ദ്രത വായുവിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് ചോദിച്ചാൽ വായുവിനേക്കാൾ കൂടുതലാണ്. ഓക്സിജന്റെ സാന്ദ്രത വായുവിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്സിജന്റെ സാന്ദ്രത വായുവിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്സിജൻ ജലത്തിൽ ലയിക്കുന്ന ഒരു സംയുക്തമാണ് ഓക്സിജൻ. ഓക്സിജൻ ജലത്തിൽ ലയിക്കുമെന്ന് കൂടി മനസ്സിലാക്കുക. അതായത് വളരെ പ്രധാനമായും ജ്വലനത്തിന് സഹായിക്കുകയും എന്നാൽ ജ്വലനത്തിന് സ്വയം വിധേയമാകാതിരിക്കുകയും ചെയ്യുന്ന വാതകം ചോദിച്ചാൽ ഓക്സിജൻ ആണ്. ഏതൊരു വസ്തുവും ജ്വലിക്കാൻ ഓക്സിജൻ ആവശ്യമാണെന്ന് തെളിയിച്ചത് ലാവോസിയർ ആണ്. നിറവുമില്ല, ഗന്ധവുമില്ല. മനസ്സിലാക്കുക. ഓക്സിജന്റെ സാന്ദ്രത വായുവിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്സിജൻ ജലത്തിൽ ലയിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഇനി സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ചോദിച്ചാൽ ഉത്തരം ഓക്സിജൻ. സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നത്. സസ്യങ്ങൾ ശ്വസിക്കുന്നത് വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. എന്നാൽ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലുമുള്ള ഓക്സിജന്റെ നിറമാണ് ഇളം നീല. ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലുമുള്ള ഓക്സിജന്റെ നിറമാണ് ഇളം നീല നിറമാണ്. ഇളം നീല നിറമാണ്. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥമാണ് ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥം ഏതാണ്? അത് ഓക്സിജൻ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനിലയാണ് -183°C. -183°C ആണ് ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനില. വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിക്കുക. ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഇതാണ്. നിങ്ങൾ ഈ സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. അതുപോലെ അത് ഓക്സിജൻ ആണ്. അതുപോലെ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കണം. ഇനി ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലുമുള്ള ഓക്സിജന്റെ നിറം ചോദിച്ചാൽ ഇളം നീല. ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥം ചോദിച്ചാൽ ഓക്സിജൻ ആണ്, ഓർത്തു വെക്കുക. ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനില -183°C ആണെന്ന് കൂടി മനസ്സിലാക്കുക. ഇനി ഓക്സിജൻ ഖരമായി മാറുന്ന താപനില ചോദിച്ചാൽ അത് -219°C ആണ്. -219°C ഓക്സിജൻ ഖരമായി മാറുന്നത്. ഇനി ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് വായുവിന്റെ അംശിക സ്വേദനം വഴിയാണ്. അതായത് ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്നത് വായുവിന്റെ അംശിക സ്വേദനം വഴിയാണ്. അംശിക സ്വേദനം വഴി, വായുവിന്റെ അംശിക സ്വേദനം വഴിയാണെന്ന് ഓർക്കുക. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. ഇനി പ്രകൃതിയിലുള്ള ജലത്തിന്റെ 1/6000 ഭാഗം ഘനജലമാണ്. അതായത് 6000 ഭാഗം എന്താണ്? ഘനജലമാണ്. 6000 ഭാഗം ഘനജലമാണ്. പ്രകൃതിയിലുള്ള ജലത്തിന്റെ 6000 ഭാഗം എന്ന് പറയുന്നത് ഘനജലമാണ്. ഇനി ഓക്സിജന്റെ രൂപാന്തരം ചോദിച്ചാൽ ഒന്ന് ഓസോൺ. ഓസോൺ എന്ന് പറയുന്ന ഓക്സിജന്റെ രൂപാന്തരമാണ്. ഓസോണിന്റെ നിറം നീലയാണ്. ഓസോണിന്റെ നിറം നീലയാണ്. ഓക്സിജന്റെ നിറമില്ല, എന്നാൽ ഓസോണിന്റെ നിറം നീലയാണ്. ഓക്സിജന്റെ രൂപാന്തരമാണ് ഓസോൺ. ഓക്സിജന്റെ രൂപാന്തരം ഓസോൺ ആണ്. നിറം നീലയാണെന്ന് ഓർക്കുക. അപ്പൊ ഓക്സിജൻ ഖരമായി മാറുന്ന താപനില -219°C. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ചോദിച്ചാൽ വായുവിന്റെ അംശിക സ്വേദനം വഴിയാണ്. പ്രകൃതിയിലുള്ള ജലത്തിന്റെ 6000 ഭാഗം എന്താണ്? ഘനജലമാണ്. ഓക്സിജന്റെ രൂപാന്തരമാണ് ഓസോൺ. ഓസോണിന്റെ നിറം ചോദിച്ചാൽ നീല നിറമാണ്. അപ്പൊ ഇത്രയുമാണ് ഓക്സിജനുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായും നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.